അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും അതിലൊക്കെ വന്നു പോയ പോരായ്മകളൊക്കെ അല്ലാഹു തആല പരിഹരിച്ച് തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരൊക്കെ ഹദറത്തിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ ആ ഒരു പ്രതിഫലം അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം സുഹൃത്ത് ബന്ധം എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. അത് നാട്ടിലാവട്ടെ, അതല്ലെങ്കിൽ വീട്ടിലാവട്ടെ, അതല്ലെങ്കിൽ നാമുമായി ബന്ധപ്പെട്ട ഇതര മതസ്ഥരിൽപ്പെട്ട ആളുകളാവട്ടെ, നമുക്കൊരുപാട് സുഹൃത്തു ബന്ധങ്ങളുണ്ട്. എന്നാൽ സുഹൃത്തു ബന്ധം എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ഇഷ്ടം വെച്ച് സ്നേഹിച്ചു, അങ്ങനെ അവർ മരണപ്പെട്ടാൽ നാളെ അവർക്ക് അർശിൻ്റെ തണലുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. അപ്പോൾ സുഹൃത്ത് ബന്ധത്തിന് വലിയ പവിത്രതയും വലിയ മഹത്വവും ഉണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ലാ തസ്ഹബു ഖംസത്തുൻ, 5 വിഭാഗം കൂട്ടുകാരുമായിക്കൊണ്ട് ഫ്രണ്ട്സുമായിക്കൊണ്ട് നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. 5 വിഭാഗം ഫ്രണ്ട്സ്. ഈ 5 വിഭാഗം ഫ്രണ്ട്സിനെ പറ്റി പറയുമ്പോൾ, ഇത് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൽ ഇങ്ങനത്തെ 5 രൂപത്തിലുള്ള ഫ്രണ്ട്സുകൾ ഉണ്ട് എങ്കിൽ നാം അതിനെ മാറ്റി നിർത്തണമെന്നാണ് മഹാനായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിൽപ്പെട്ട ഒന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അൽ കദ്ദാബ്, കളവ് പറയുന്ന ആളുകളാണ്. നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ വല്ലാതെ പ്രതീക്ഷിക്കും, പക്ഷെ അവർ നമ്മളെ കളവാക്കുന്ന ഒരു മരീചിക പോലെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഇന്നക മിൻഹു അലാ ഗുറൂർ മിസ്ലു സറാബ്. നമുക്കറിയാം, നട്ടുച്ച സമയത്ത് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ വെള്ളമുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അതേപോലെ നമുക്ക് പ്രതീക്ഷകൾ നൽകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, പക്ഷേ അവസാനം അവർ കളവാക്കുന്ന രൂപത്തിൽ അതൊക്കെ താളം തെറ്റുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുക. അപ്പോൾ കളവ് ഇങ്ങനെ നിരന്തരം പറയുന്ന സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ നാം മാറ്റി നിർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് അൽ അഹ്മഖു, ബുദ്ധിയില്ലാത്തവർ. അവരെ കൊണ്ട് നമ്മളെന്താവും, പ്രയാസപ്പെടും. കാരണം അവർ പല വിഷയത്തിലും നമ്മളെന്താവുക, ഉപദ്രവിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ബുദ്ധിയില്ലാത്ത ആളുകളുമായി കൊണ്ട് നമ്മൾ കൂടെ ഉപകാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും വിശ്വസിക്കും, പക്ഷെ അതൊക്കെ ഉപദ്രവമായി തീരും. അങ്ങനത്തെ ആളുകളുമായി കൊണ്ട് കൂട്ടുകൂടരുത്. മൂന്നാമതായിക്കൊണ്ട് മഹാനവൽ പറയുക, ബഖീൽ, പിഷ്കന്മാരെ ആളുകൾ നമ്മളെ കൂട്ടുകാരായിട്ടുണ്ടെങ്കിൽ അവർ മാറ്റി നിർത്തണം. നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് അവരുമായിക്കൊണ്ട് ഞാൻ ചർച്ച ചെയ്യുമ്പോൾ അവർ അതിൽ നിന്നൊക്കെ പിന്മാറിക്കൊണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് തരാത്തൊരു രൂപത്തിലേക്ക്. മൂന്നാമതായിക്കൊണ്ട് ഞാൻ പറഞ്ഞത് അൽ ബഖീൽ, പിഷ്കന്മാരാണ്. യഥാർത്ഥമായൊരു സുഹൃത്തുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് അറിയാം. ഒരു പൈസയുമായിക്കൊണ്ടുള്ള ഇടപാടുമായിക്കൊണ്ട് ബന്ധപ്പെട്ടാൽ അറിയാം സുഹൃത്തിൻ്റെ ബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പിഷ്കന്മാരായ ആളുകൾ നമ്മളിങ്ങനെ നല്ല പ്രതീക്ഷയോടുകൂടി എന്തെങ്കിലുമൊക്കെ അവരുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട്, പക്ഷെ അവരെന്താവില്ല, അത് നൽകൂല. അങ്ങനെ പിഷ്കന്മാരായ ആളുകൾ നമ്മളെ സുഹൃത്തുക്കളിലുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തണമെന്നാണ് മഹാൻ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നാലാമതായി പറഞ്ഞ പോലെ ജബാനു, പേടിയുള്ള ആൾ എന്ന് പറഞ്ഞാൽ, പേടിത്തൊണ്ടന്മാരായ സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപകടത്തിൽ, ആഫത്ത്, ബല, മുസീബത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളവരെ സംരക്ഷിക്കുന്നതിന് പകരം അവർ നമ്മളെ ശത്രുക്കളെ ഏൽപ്പിച്ചുകൊണ്ട് അവരെന്താവും, തടി കഴിച്ചിലാകും. അങ്ങനത്തെ പേടിയുള്ള ആളുകളെ, പേടിയുള്ള സുഹൃത്തുക്കൾ എന്ത് പാടില്ല. നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ കൂടെ നിൽക്കാൻ ധൈര്യമില്ലാത്തവരെ നമ്മുടെ സുഹൃത്തായിക്കൊണ്ട് കൂട്ടാൻ പാടില്ല എന്ന് മഹാൻ പറയാം. അതുപോലെ തന്നെ അഞ്ചാമതായിക്കൊണ്ട് പറയുന്നത് വൽ ഫാസിഖ്, തമ്മാടികളാണ്. മോശപ്പെട്ട പ്രവർത്തനമായിക്കൊണ്ട് ബന്ധപ്പെട്ട് നിരന്തരം കഴിയുന്നത്, അത് നമ്മുടെ കൂട്ടുകാർ നമ്മളിൽ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തണം. നമ്മുടെ രഹസ്യങ്ങൾ പോലും നമ്മൾ വളരെ നല്ല സത്യസന്ധമായിക്കൊണ്ട് അവരോട് പറഞ്ഞ്, പുറത്തൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കപ്പെട്ട രഹസ്യങ്ങൾ പോലും അത് മറ്റുള്ളവരോട് ചോർത്തി കൊടുത്തുകൊണ്ട് മോശപ്പെട്ട ഒരു സ്വഭാവം ചെയ്യുന്ന സുഹൃത്തുക്കൾ, തമ്മാടികളായ ഫസിഖീങ്ങളായ സുഹൃത്തുക്കൾ
അത് ഇനി ഏത് നിലക്കുള്ള മോശപ്പെട്ട സ്വഭാവമായാലും അങ്ങനത്തെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട് എങ്കിൽ നാം മാറ്റി നിർത്തേണ്ടതുണ്ട്. മഹാനായ ജാഫർ സ്വാദിഖ് റളിയല്ലാഹു തആല അൻഹു പറയപ്പെട്ട ഈ 5 വിഭാഗം ഫ്രണ്ട്സുകളുമായിക്കൊണ്ട് ഒരിക്കലും നാം കൂട്ടുകൂടാൻ പാടില്ല. അല്ലാഹു തആല നമ്മൾ സുഹൃത്ത് ബന്ധത്തിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ നമ്മളിൽ ഉണ്ട് എങ്കിൽ അല്ലാഹു തആല അവരൊക്കെ നമുക്ക് മാറ്റി നിർത്താനും നല്ല നിലക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.